നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. പാലക്കാട് ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലെത്തും. അതുമാത്രമല്ല, ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും. സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആയുധമാക്കുകയാണ് ഇടതുമുന്നണി. ഈ സമയം ഏറ്റവും പ്രധാനമായി ഇന്നത്തെ പ്രധാന വാർത്താ ശ്രദ്ധാ കേന്ദ്രമെന്ന് പറയുന്നതും ഇതുതന്നെയാണ്. സന്ദീപിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും ഒക്കെ പരസ്യമായി നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന് പ്രധാനമായും എന്ന് പറയുന്നത് അമ്പലപ്പുഴയിൽ ദൃശ്യ മോഡൽ കൊലപാതകം നടന്നു എന്നത് തന്നെയാണ് ഇന്ന് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു പ്രധാന വാർത്ത. യുവതിയെ സുഹൃത്ത് കൊന്നു കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. കരുനാഗപ്പള്ളി സ്വദേശി 40 വയസ്സുകാരിയായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് ഈ വാർത്തയുടെ ഒക്കെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. സകലമാന കേരളത്തിൽ ആദ്യം പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴയിൽ ദൃശ്യ മോഡൽ കൊലപാതകം. 40 വയസ്സുകാരിയെ കൊന്നു കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തെന്ന് മൊഴി. കൊല്ലപ്പെട്ടത് കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മി. സുഹൃത്ത് ജയചന്ദ്രൻ കസ്റ്റഡിയിൽ. ഭൂമി കുഴിച്ചുള്ള പരിശോധന ഉടൻ. കാസർഗോഡ് റെയിൽവേ ട്രാക്കിൽ കല്ലെടുത്തു വെച്ച് അട്ടിമറി ശ്രമം. കരിങ്കല്ല് വെച്ചത് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് പോകേണ്ട ട്രാക്കിൽ. 2 പേർ പിടിയിൽ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ ഒരാൾ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് യുവതിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി. ആരോപണം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ. ശരീരവേദനയ്ക്കെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിന് ചികിത്സിച്ചെന്ന് ബന്ധുക്കൾ. തൃശൂർ വഴക്കുംപാറ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക്. രാവിലെ ദർശനം നടത്തിയത് 30,000-ലേറെ പേർ. ശബരിമല പോസ്റ്റ് ഓഫീസിന് ഇന്ന് 50 വർഷം. വിശദമായി നോക്കാം. ആലപ്പുഴ അമ്പലപ്പുഴയിൽ 40-കാരിയെ കൊന്ന് കുഴിച്ചിട്ടതായി സംശയം. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി. പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ചു. അല്പസമയത്തിനകം ഭൂമി കുഴിച്ചുള്ള പരിശോധന ആരംഭിക്കും. ശരണ്യ സ്നേഹജൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശരണ്യ, ഇന്ന് കേരളത്തെ ഞെട്ടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ഈ സംഭവം അത് ഉള്ളത് തന്നെയാണോ ഇത് എന്നറിയണമെങ്കിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധന നടത്തിയേ മതിയാകും. അതിനുശേഷം മാത്രമേ അവിടെ മൃതദേഹമുണ്ടോ, ഈ ആൺ സുഹൃത്ത് നൽകിയ മൊഴി അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പോലീസിന് മനസ്സിലാവുകയുള്ളൂ. എപ്പോഴത്തേക്ക് പരിശോധന ആരംഭിക്കും? ശരണ്യ. ഭവ്യ, ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം ഈ പ്രദേശത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്താണ് ഈ മൂടിയ നിലയിൽ പ്രതി മൊഴി കൊടുത്തിട്ടുള്ളത്. ആ ഭാഗം ഇപ്പോൾ കുഴിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ഒപ്പം തന്നെ കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് 7-ാം തീയതി ഈ യുവതി കൊല്ലപ്പെട്ടതായാണ് പോലീസിന് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കേസിലെ മുഖ്യപ്രതിയായ ജയചന്ദ്രനെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. ജയചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത പുരയിടത്തിലാണ് മറ്റൊരാളുടെ പുരയിടത്തിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടതായി അയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പ്രതിയെ കുറച്ചു മുമ്പ് ഇവിടെ സ്ഥലത്തെത്തിച്ചു. പ്രതി ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ വലിയ ആൾക്കൂട്ടവും ഇവിടെ എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഇപ്പോൾ നിലവിൽ കേസ് കരുനാഗപ്പള്ളി പോലീസാണ് അന്വേഷിക്കുന്നത്. കരുനാഗപ്പള്ളി CI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെയുണ്ട്. ഒപ്പം തന്നെ അമ്പലപ്പുഴ CIയും അമ്പലപ്പുഴ DYSPയും അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കൊല്ലം ACPയും സ്ഥലത്ത് ഉണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ജയചന്ദ്രനും വിജയലക്ഷ്മിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതായത് വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ് ജയചന്ദ്രൻ. തുടർന്ന് ജയചന്ദ്രന്റെ വീട്ടിലേക്ക് വിജയലക്ഷ്മിയെ ക്ഷണിക്കുന്നു. ഇവര് അമ്പലപ്പുഴ ക്ഷേത്ര ദർശനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇവരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. ക്ഷണിച്ച് ഒരു ദിവസം ഇവിടെ നിന്നതിന് ശേഷം അന്ന് രാത്രി ഒരു ഫോൺ, മറ്റൊരാളുടേതായ മറ്റൊരു ആൺ സുഹൃത്തിന്റെ ഫോൺ ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വരുന്നു. അത്തരത്തിൽ ആ ഒരു ഫോൺ വന്നതിന് ശേഷം പിന്നീട് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു മിസ്സിംഗ് കേസായി വന്ന കേസ് ഒരു കൊലപാതകത്തിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി 6ഓളം കേസുകളാണ്. ശരണ്യ, തുടർന്നോളൂ.
ആ തൊട്ടടുത്ത ഇത്തരത്തിൽ 6ഓളം കേസുകളാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ കൊലപാതകം ശേഷം കൊന്നു കുഴിച്ചു മൂടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ ഉള്ള ഒരു സമാനമായ രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ്. ഇതിനകത്ത് പ്രതി വളരെ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവർ കൊച്ചിയിലേക്ക് ഈ വിജയലക്ഷ്മിയുടെ ഫോൺ കൊച്ചിയിലേക്ക് കടത്തി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലേക്ക് KSRTC ബസ്സിൽ കടത്തിവിട്ടു. പിന്നീട് ഈ KSRTC ബസ്സിൽ ആദ്യം അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് വിജയലക്ഷ്മിയുടെ ഫോണാണ്. ആ ഫോൺ ലഭ്യമായതിനു ശേഷം ആ ഫോണിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണ ശേഷം 13-ാം തീയതി വിജയലക്ഷ്മിയുടെ സഹോദരി കരുനാഗപ്പള്ളി പോലീസിന് ഇത്തരത്തിൽ മിസ്സിംഗ് കേസ് ഉണ്ട്, കാണുവാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുന്നു. തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ളത്. അതിന്റെ ഈ സംഭവം നടന്നതിന്റെ അതായത് വിജയലക്ഷ്മി കരൂറിൽ അമ്പലപ്പുഴ കരൂർ വരെ എത്തിയതായുള്ള വിവരം ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആണ് ഇങ്ങനെയൊരു കൊലപാതക വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മൃതദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അവരത് കുഴിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശരണ്യ, പ്രധാനമായും ഈ ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയുടെ സുഹൃത്താണ് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് കൃത്യമായി ഇയാളുമായുള്ള ഒരു ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോലീസിന് എത്താൻ കഴിഞ്ഞത്. പിന്നീട് നടത്തിയ തുടർ പരിശോധനകളിലും ചോദ്യം ചെയ്യലിലുമാണ് ജയചന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം അമ്പലപ്പുഴ പോലീസും ഒപ്പം കരുനാഗപ്പള്ളി അന്വേഷണ സംഘവുമായി നടത്തിയ മറ്റ് പരിശോധനകളിലാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്താനായി കഴിഞ്ഞത്. ചേട്ടാ കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് നിന്ന് കാണാതായ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതായി സൂചന. വിജയലക്ഷ്മിയെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അമ്പലപ്പുഴ കരൂർ പുതുവൽ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കേസിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സ്ഥലത്ത് മൃതദേഹം ഉണ്ടോ എന്നുള്ള പരിശോധന, ഭൂമി കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജയചന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പോലീസ് ഒരു കൊലപാതകം നടന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വിശദമായ വിവരം പോലീസിന് ലഭിച്ചത് അങ്ങനെയാണ്. ജയചന്ദ്രന്റെ മൊഴിയിൽ നിന്ന് തന്നെയാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ടു എന്നതിലേക്ക് പോലീസ് എത്തിയത്. അമ്പലപ്പുഴയിലെ വീടിന് സമീപം ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തെ പറമ്പിലാണ് മണ്ണ് കുഴിച്ച് പരിശോധന പോലീസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്നാണ് ജയചന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് ജയചന്ദ്രനിൽ നിന്ന് നിർണായകമായ മൊഴി പോലീസിന് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രൻ ജോലി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടെയാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത്. കരുനാഗപ്പള്ളിയിൽ മത്സ്യവില്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക്. ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും സ്ഥിരമായി കണ്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും 4 ദിവസം മുൻപ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടുവെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. അതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. എന്തിനാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം അറിയാനുണ്ട്. അതിനപ്പുറത്തേക്ക് ആ ഒരു വീട്ടിന്റെ പരിസരത്ത് മണ്ണിൽ വിജയലക്ഷ്മിയുടെ മൃതദേഹമുണ്ടോ എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ആദ്യം കണ്ടെത്തേണ്ടത്. ആ മൃതദേഹമുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രതി എന്ന് സംശയിക്കുന്ന ആൾ കൃത്യമായി പറയുന്നുണ്ട്, ഇത് ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് പൂർത്തിയാകണം. ഭൂമി കുഴിച്ചുള്ള പരിശോധനയിൽ നിന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചാൽ മാത്രമേ അത് കൊലപാതകമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. കൃത്യമായി പ്രതി എന്ന് സംശയിക്കുന്ന ആൾ പറഞ്ഞു കൊടുത്ത ആ സ്ഥലത്താണ്
ഇപ്പോൾ പോലീസ് മണ്ണ് മാന്തി പരിശോധന നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയം കൊണ്ട് നമുക്കത് അവിടെ ആ മൃതദേഹമുണ്ടോ, ഇത് കൊലപാതകം തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ചുരുളഴിയണമെങ്കിൽ ആ പരിശോധന പൂർത്തിയായി മതിയാകൂ. എന്തായാലും പരിശോധന അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിജയലക്ഷ്മിയെ കാണാതായി എന്ന് കഴിഞ്ഞ 13-ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. യെസ്, എന്തായാലും അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കണം. ആ വിശദാംശങ്ങൾ ലഭിക്കും. എന്തായാലും മൃതദേഹം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, ഇപ്പോൾ ഇതാ വരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18-ലൂടെ പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. ചുറ്റും ഒരുപാട് ആളുകൾ, പ്രദേശവാസികളൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വീണ്ടും ആലപ്പുഴയിൽ ഒരു ദൃശ്യം മോഡൽ കൊലപാതകം നടന്നിരിക്കുകയാണോ എന്നുള്ള സംശയത്തിന് സ്ഥിരീകരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകളെ നമുക്ക് ആ പ്രദേശത്ത് വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ കാണാം. എന്തായാലും ഇതിനു മുൻപും സമാനമായ ഒരു കൊലപാതകം നടന്നിരുന്നു ആലപ്പുഴയിൽ. ഇപ്പോഴിതാ വീണ്ടും ഒരു ദൃശ്യം മോഡൽ കൊലപാതകത്തിന് കൂടി ആ നാട് സാക്ഷിയാവുകയാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും അല്പസമയം കൂടി കാത്തിരുന്നാൽ ഉടൻ തന്നെ വ്യക്തമായ ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്തായാലും സൂചനകൾ വരുന്നുണ്ട്. വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. യെസ്, നമുക്ക് സ്ഥിരീകരിക്കാമെന്ന് തോന്നുന്നു. വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതി പറഞ്ഞത് വളരെ കൃത്യമായ വിവരങ്ങളാണ്. പ്രതി നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പോലീസിന് നൽകിയത്. പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കടിച്ചായിരുന്നു കൊലപാതകമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതി ചൂണ്ടിക്കാണിച്ചെടുത്ത് പോലീസ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയെന്ന് നമുക്ക് അനുമാനിക്കാം. ദുരൂഹമായ സാഹചര്യത്തിലുള്ളൊരു കൊലപാതകമായിരുന്നു. എന്തായാലും വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതായി നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ വിജയലക്ഷ്മിയെ കാണാതായ്മയെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതുവൽ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിജയലക്ഷ്മിയെ ഇയാൾ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് ഇയാൾ തന്നെ മൊഴി നൽകിയത്. എന്തായാലും ജയചന്ദ്രനെയും കൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിൽ വീടിന് സമീപം ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തെ പറമ്പിലാണ് ഇപ്പോൾ മണ്ണുകുഴിച്ച് പരിശോധന നടത്തുന്നത്. ശരണ്യ സ്നേഹജൻ നൽകും വിവരങ്ങൾ. ശരണ്യ, മൃതദേഹം കണ്ടെത്തി എന്ന് സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജയചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത പുരയിടത്തിലാണ് പോലീസിന് പരിശോധന നടത്തിയത്. അതിരാവിലെ തന്നെ അന്വേഷണ സംഘങ്ങളൊക്കെ ഇവിടെ എത്തിയിരുന്നു. കൊല്ലം ഒപ്പം തന്നെ കരുനാഗപ്പള്ളി അമ്പലപ്പുഴ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ 13-ാം തീയതി ഒരു മിസ്സിംഗ് കേസായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നീട് കൊല്ലത്ത് കരുനാഗപ്പള്ളി പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന അന്വേഷണമാണ് പിന്നീട് അത് ഒരു കൊലപാതക കേസിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. 7-ാം തീയതി ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അങ്ങനെയാണ് പ്രതി മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. പ്രതിയായ ജയചന്ദ്രനെ അടുത്തെത്തിച്ച് മറ്റ് പരിശോധനകളടക്കം പൂർത്തീകരിച്ചു വരികയാണ് പോലീസ്. അതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഈ വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്നിപ്പോൾ ജയചന്ദ്രന്റെ വീടിന്റെ പറമ്പിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയത്. വിജയലക്ഷ്മിയെ നവംബർ 7-ന് പുലർച്ചെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിജയലക്ഷ്മി പ്രതിയുടെ സാന്നിധ്യത്തിൽ മറ്റൊരാളോട് ഫോണിൽ സംസാരിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് കൊല നടത്തിയതെന്നും പോലീസ് എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രതിയുടെ അമ്പലപ്പുഴ കരൂറുള്ള വീട്ടിൽ വെച്ചാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത്. ആ സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. തുടർന്ന് അവിടെ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. മൃതദേഹം കുഴിച്ചിടുന്നതിന് മുൻപ് പ്രതി വിജയലക്ഷ്മിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കിയെന്നും എഫ്ഐആർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശരണ്യ തുടരാം. തീർച്ചയായിട്ടും അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണെന്നുള്ളതാണ് നമ്മളോടിപ്പം ഇപ്പോൾ ഉള്ളത്. ഈ കോമ്പൗണ്ട്, അതായത് വിജയലക്ഷ്മിയുടെ മൃതദേഹം കുഴിച്ചിട്ട ആ സ്ഥലത്തിന്റെ ഉടമയുടെ ബന്ധുവിന്റെ അടുത്താണ്. നിങ്ങളുടെ പുരയിടമാണ്. എന്റെ ചേട്ടന്റെ മോള് വിലയ്ക്ക് മാറ്റി വസ്തു 8 വർഷം വാങ്ങിച്ചിട്ട് അത് ഈ മാസം 8-ാം തീയതി ഇവിടെ തറക്കല്ലിട്ടാണ് ഞങ്ങൾ
അന്ന് വന്ന് കണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ഈ വാർത്ത അടിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ വന്നു. വീട് വെക്കാൻ വേണ്ടി തറക്കല്ലിട്ട സ്ഥലമാണ്. അതെ, വീട് വെക്കാൻ വേണ്ടി 8-ാം തീയതി തറക്കല്ലിട്ട് അതിന്റെ പടിഞ്ഞാറേ മൂലയ്ക്ക് തറക്കല്ലിട്ടായിരുന്നു. ഇവിടെ ഈ എംസാൻഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഭാഗം മൂടിയിട്ടുണ്ട്. അത് നിങ്ങൾ നിർമ്മാണത്തിന് എടുക്കുന്നുണ്ടോ? അല്ലല്ല, രാവിലെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അന്ന് അതില്ലായിരുന്നു. 7-ാം തീയതി കൊലപാതകം നടന്നു എന്നാണ് പോലീസ് പറയുന്നത്. 8-ാം തീയതി നിങ്ങൾ ഇവിടെ തറക്കല്ലിടാൻ വന്നിട്ടുണ്ട്. 8-ാം തീയതിയാണ് ഞങ്ങൾ രാവിലെ 8:30 തറക്കല്ലിട്ടത്. അപ്പോൾ ഇവിടെ മറ്റ് അസ്വാഭാവികമായ ഒന്നുമില്ല. ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കാരണം നമ്മളിവിടെ പടിഞ്ഞാറേ മൂലയ്ക്കാണ് ജോത്സ്യരും പിന്നെ ആചാര്യൊക്കെ വന്നിട്ട് വന്നത്. അതാണ് ഒരു ഇപ്പൊ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് 8-ാം തീയതി തറക്കല്ലിടുന്നതിന്റെ ഭാഗമായി എത്തിയതാണ്. ഒരു ലൈവ് അല്ല, ജസ്റ്റ് ഞങ്ങൾ ആ വിഷ്വൽ എടുത്തിട്ടില്ല. ക്യാമറ നോക്ക്. അതാണ് അന്വേഷണ സംഘാംഗങ്ങൾ അത് ആ ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ മാറ്റുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ മറ്റു രീതിയിൽ, അതായത് വസ്ത്രമടക്കം നീക്കം ചെയ്തതിന് ശേഷമാണ് ഇവരെ അവിടെ ആ രീതിയിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്രമീകരണം ഒരുക്കി, ഒരു മറ ഒരുക്കിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആ ഒരു കുഴിച്ചെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉള്ളത്. അന്വേഷണ സംഘം ഇപ്പോൾ കൊല്ലത്തും ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ നിന്നുമുള്ള അന്വേഷണ സംഘം സ്ഥലത്തെത്തി ആ പരിശോധനകൾ പൂർത്തീകരിക്കുന്നു. 7-ാം തീയതി ഈ സംഭവം നടന്നതായാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അത്തരമൊരു കുറ്റസമ്മതമാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇവിടെ മൃതദേഹം മറവ് ചെയ്തെന്നാണ്. പക്ഷേ ഈ കോമ്പൗണ്ടിന്റെ ഉടമയായ ആൾ പറയുന്നത് 8-ാം തീയതി ഇവിടെ വീടിന്റെ കല്ലിടലുമായി ബന്ധപ്പെട്ട് അവർ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി. അതിനുശേഷം പിന്നീട് വന്നപ്പോൾ ഇവിടെ ഇത്തരത്തിൽ എംസാൻഡ് ഇട്ട ഒരു ഭാഗം, അതായത് കോൺക്രീറ്റ് ചെയ്തല്ല അവർ ആ മൃതദേഹം ഇന്നാണ് ഈ സംശയം തോന്നിയത്. കാരണം ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ പറയുന്നു, ഇന്ന പോലെ അടുത്ത പൂരത്തിൽ പിന്നെ ഇങ്ങനെ ഇത് കുടിച്ചുമ്പോഴായിട്ട് സംശയമുള്ളവർ. അപ്പോൾ ഇത് ഞങ്ങളുടെ വസ്തുവാണ് ഞങ്ങൾക്ക് മനസ്സിലായി, ചാനലിൽ കണ്ടപ്പോൾ മനസ്സിലായി. അതാണ് ഞങ്ങൾ രാവിലെ ഓടി വന്നത്. അപ്പം തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇടക്ക് ഇവിടെ ഞങ്ങളിവിടെ താമസമല്ലല്ലോ, കല്ലിട്ടതിന് ശേഷം വന്നിട്ടില്ല. ആരുടെ ഉടമസ്ഥതയിലുള്ള പുരയിടാണ് ഇത്? എന്റെ മരുമോന്റെ പേര് മനു എന്നാണ് മരുമോന്റെ പേര്. മോടെ പേര് പിന്നെ കൃപ എന്നാണ്. അവര് വീട് വെക്കാൻ വീട് ഒരു സംഘടനക്കാർക്ക് ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കാന്ന് പറയുകൊണ്ട് തറക്കല്ലിട്ടുന്ന ചടങ്ങ് നടത്തിയുള്ളൂ. ഇനി നമ്മളിവിടെ പറഞ്ഞ കാര്യമില്ല, കുടിവെള്ളം മാത്രം കൊടുത്താൽ മതി ഇവർക്ക്. അതാണ് സാഹചര്യം. അതായത് ഒരു സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് വീട് വെച്ച് സൗജന്യമായി വീട് വെച്ച് നൽകി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തറക്കല്ലിട്ടൊരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുകയും മൃതദേഹം അത് ആ പുരയിടത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിജയലക്ഷ്മി ഈ പറഞ്ഞ കേസിലെ മുഖ്യപ്രതിയായ ജയചന്ദ്രനുമായി ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് കൊല്ലത്തു നിന്നുള്ള അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അവിടെ പല ആളുകൾക്കും പണം പലിശയ്ക്ക് നൽകിയിരുന്ന വ്യക്തിയാണ് വിജയലക്ഷ്മി. അവിടെ ആ സ്ഥലത്ത് തന്നെ കൊല്ലത്ത് തന്നെ മത്സ്യബന്ധനത്തിനായി ബോട്ടിൽ പോയിരുന്ന ആളാണ് ഈ പ്രതിയായ ജയചന്ദ്രൻ. തുടർന്ന് ഇവർ തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്യുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിലടക്കം പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. ആ സമയത്ത് വിജയലക്ഷ്മി ഇവിടേക്ക് എത്തുന്ന സമയത്ത് അവരുടെ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. അതായത് ഭാര്യ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോകുന്ന ആളാണ്. ഒപ്പം തന്നെ കുട്ടിയെയും മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ഇവർ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് വിജയലക്ഷ്മിയുടെ മറ്റൊരു ആൺ സുഹൃത്തിന്റെ ഫോൺ ഇവരുടെ ഫോണിലേക്ക് വരുന്നത്. തുടർന്നുണ്ടായ തർക്കവും പ്രകോപനവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കരൂരിൽ നടന്ന അതിദാരുണമായ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുകയാണ്. കരൂരിലെ അരുംകൊലയുടെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, അതിന്റെ ഉത്തരം പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കഴിഞ്ഞ 6-ാം തീയതി മുതൽ കാണാതായത്. യുവതിയെ കൊന്നുകുഴിച്ചു മൂടിയെന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബന്ധുവാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന പോലീസിൽ പരാതി നൽകിയത്. ജയചന്ദ്രനുമായി വിജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിലായിരുന്നു. മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ട് എന്നുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ജയചന്ദ്രൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് പരിശോധന നടത്തുന്നത്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്വാഭാവികമായി അങ്ങനെയാകുമ്പോൾ. അപ്പോൾ ഒരു കൊലപാതകം നടന്നിട്ട് മറ്റാരും അറിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അതാണ് വളരെ അടുത്ത ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ആരും ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. തൊട്ടടുത്തുള്ള ആളുകൾ ഒന്നും തന്നെ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതാണ് ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ അധികം പുറത്തിറങ്ങാറില്ല. പ്രത്യേകിച്ച് ഈ മോഷണ കേസുകളും മറ്റുമൊക്കെ വന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനായുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് നമ്മൾ ഇപ്പോൾ കാണുന്ന, അതായത് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കാണുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. ഒരു മതിലിനോട് ചേർന്ന് തന്നെയാണ് ഈ മൃതദേഹം ഇവർ കുഴിച്ചിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിൽ പക്ഷേ ഈ കൊലപാതകം നടന്ന ഈ ആളുകളുമായൊന്നും, അതായത് ഈ പരിസരത്തുള്ള ആളുകളുമായൊന്നും തന്നെ ഇയാൾക്ക് ബന്ധമില്ല എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് ആളുകളുമായിട്ടൊന്നും പോലീസ് പറയുന്നത് പരിസരത്തുള്ള ആളുകളുമായിട്ടൊന്നും. ജയചന്ദ്രൻ ഇവിടെ വർഷങ്ങളായി തന്നെ താമസിക്കുന്ന ആളാണ്. ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി ഉപജീവനമാർഗം കഴിക്കുന്ന ആളുമാണ് എന്നുള്ളതാണ് അയൽവാസികളായ ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇവര് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളല്ലേ? ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ അല്ലേ? എവിടെ ഇതിനു മുമ്പ് താമസിച്ചത്? കരൂർ പടിഞ്ഞാറായിരുന്നു. അതാണ്, കരൂർ പടിഞ്ഞാറാണ് താമസിച്ചിരുന്നതാണ്. 2 വർഷമായി ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് ഈ കരൂർ നിവാസി തന്നെയാണ്. ഇപ്പോൾ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തായാണ് സ്ഥലം വാങ്ങി വീട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇവർക്ക് സർക്കാർ നൽകിയ ഭൂമി, അതായത് നമുക്കറിയാം തീരദേശ മേഖല ഒഴിഞ്ഞാൽ അത് സർക്കാർ നൽകുന്ന ഭൂമി ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയിലാണ് ഇപ്പോൾ താമസിക്കാനായി എത്തിയിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് എടുക്കുന്നു. ദീർഘദിവസത്തെ പഴക്കമുണ്ട്. അതായത് 7-ാം തീയതിയാണ് ഈ കൃത്യം നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദുർഗന്ധം ഈ സ്ഥലത്ത് ഉണ്ട്. നിരവധി ആളുകൾ ഈ പരിസരത്തായി നിൽക്കുന്നുവെങ്കിൽ പോലും കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവര് പോലീസ് ആ പ്രദേശത്തേക്ക്, അതായത് ഇത് കുഴിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് ഉള്ള ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ മൃതദേഹം കുഴിച്ചിട്ട ഒരു രീതിയുടെ കൂടെയാണ്, വസ്ത്രമൊക്കെ മാറ്റിയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭവ്യ, ശരണ്യ, ഈ ജയചന്ദ്രന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ വീട്ടിൽ താമസം? ജയചന്ദ്രന്റെ വീട്ടിൽ ജയചന്ദ്രന്റെ ഭാര്യയും ഒപ്പം തന്നെ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയുമാണ് ഉള്ളത്. ഇവർ 3 പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ മറ്റാളുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതാണ് സാഹചര്യം. എന്തായാലും ഈ ജയചന്ദ്രൻ 2 വർഷത്തോളമായി ഈ സ്ഥലത്ത് താമസിക്കുന്ന, കരൂരിലെ ഇപ്പോൾ പരിശോധന നടത്തുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ജയചന്ദ്രൻ ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. പക്ഷേ ഈ സംഭവ സമയത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ല വീട്ടിലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ, ഈ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയും ജയചന്ദ്രൻ തമ്മിൽ വർഷങ്ങളായുള്ള അടുപ്പമായിരുന്നു എന്നും പറയുന്നു. വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ് ഈ കൊലപാതകി എന്നാണ് ഇപ്പോൾ പറയുന്നത്, വ്യക്തമാവുന്നത്. എന്തായാലും അതിക്രൂര കൊലപാതകമാണ് നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, തുടരാം. ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം. ഇവരുടെ ഈ പറഞ്ഞ ശരീരം മറവ് ചെയ്തിരിക്കുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ കഴിയുകയും ചെയ്യില്ല. പോലീസ് കനത്ത ബന്ധത്തിൽ തന്നെയാണ് ഒരു ടെർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി ആ മറവിനുള്ളിലാണ് ഇപ്പോൾ ഈ മൃതദേഹം എടുത്ത മറ്റു കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരണ്യ, ഈ കൊലപാതകം നടന്നത് രാത്രിയാണെന്നാണോ പോലീസ് പറയുന്നത്? കാരണം പ്രദേശവാസികൾ ഒന്നും ഈ കൊലപാതകത്തെ കുറിച്ച് അറിഞ്ഞില്ല, ഒരു ശബ്ദം പോലും കേട്ടില്ല എന്ന് പറയുമ്പോൾ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം? രാത്രി കൊലപാതകം നടന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. രാത്രി ആണ് മൃതദേഹം ഇത്തരത്തിൽ മറവ് ചെയ്തത്. എപ്പോഴാണെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ രാത്രിയാണ് കൊലപാതകം നടന്നതെന്നുള്ളത് പറയുന്നുണ്ട്. 7-ന് ഇവിടെ എത്തി. അന്ന് രാത്രിയാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പ്ലെയർ ഉപയോഗിച്ച് തലക്കടിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മൃതദേഹം പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ മറവ് ചെയ്ത് അടക്കമുള്ള കാര്യത്തിൽ ഈ സംഭവത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ട്. കാരണം ഈ മറ്റൊരു പുരയിടത്തിൽ കൊണ്ടുവന്നാണ് മൃതദേഹം ഇങ്ങനെ മറവ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ പ്രതി അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഇവരുടെ മൊബൈൽ ഫോൺ KSRTC ബസ് വഴി എറണാകുളത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് കൊലപാതകം നടന്നതെന്ന് പറയുമ്പോൾ പോലും
അതേ സമയം തന്നെയാണ് ഇത്തരം കാര്യങ്ങളും പോലീസിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിനകത്തുണ്ടോ എന്നുള്ള ഒരു സംശയവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യം. അതെന്തായാലും അവർ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആണ് മറ്റു തുടർ അന്വേഷണങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കുക. എന്തായാലും 13-ന് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസായി വന്ന ഒരു കേസാണ്. നമ്മുടെ സുഭദ്ര വധക്കേസ് പോലെ തന്നെ ഒരു മിസ്സിംഗ് കേസായി വന്ന കേസാണ് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക്, ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് അമ്പലപ്പുഴ കരൂരിൽ എത്തിച്ചിരിക്കുന്നത്. ശരണ്യ, പ്രധാനമായും അറിയേണ്ടത് ഈ ഒരു വാർത്ത അത് പുറം ലോകത്തേക്ക് എത്തിയത് എങ്ങനെയാണ്, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഈ മൊബൈൽ ആദ്യമായി പോലീസിന് കിട്ടുന്നു. അതായത് എറണാകുളത്തുള്ള പോലീസിന് മൊബൈല് KSRTC ബസ്സിൽ നിന്ന് ലഭ്യമാകുന്നു. എന്നാൽ ഈ മൊബൈലിനെ സംബന്ധിച്ച് യാതൊരുവിധ അതായത് മൊബൈൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആരും വിളിക്കാത്തൊരു സാഹചര്യമുണ്ടാകും. സാധാരണഗതിയിൽ മൊബൈൽ നഷ്ടപ്പെട്ടു പോയാൽ ഉടമകൾ അത് തേടി വിളിക്കാറുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഓണായിരുന്നിട്ട് മൊബൈലിലേക്ക് ആരും വിളിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. പിന്നെ ഈ മൊബൈലിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണവും പിന്നെ 13-ാം തീയതി ഈ കേസ് മിസ്സിംഗ് കേസായിട്ട് വരികയും കൂടി ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൽ ഒരു സാധാരണ ഒരു മിസ്സിംഗ് കേസിനപ്പുറത്തേക്ക്, ഒരു തിരോധാന കേസിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള അന്വേഷണ സംഘത്തിന് ഉള്ള ഒരു ബോധ്യം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ വിജയലക്ഷ്മി അമ്പലപ്പുഴ കരൂർ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭ്യമാവുകയും ചെയ്യുന്നു. CCTV ദൃശ്യങ്ങളടക്കം കളക്ട് ചെയ്യാനായിട്ട് പോലീസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ സംഭവം നടക്കുന്ന 7-ാം തീയതി 13-ാം തീയതിക്ക് ശേഷമാണ്, 13-ാം തീയതിയോടെയാണ് പോലീസിന് പരാതി അടക്കം ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറെ പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അന്വേഷണ സംഘം കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള തിരിച്ചു നടത്തി ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, അതായത് ഈ ജയചന്ദ്രനുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പോലീസിന് ബോധ്യം വരികയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ജയചന്ദ്രൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴൊന്നും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിനോട് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഉള്ള ചോദ്യം ചെയ്യലുകളിലാണ് കരുനാഗപ്പള്ളി അമ്പലപ്പുഴ പോലീസുകളുടെ സംയുക്തമായ ഇടപെടലിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പ്രതി സമ്മതിക്കുകയും ഇവിടെ മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് മൃതദേഹം കോൺക്രീറ്റ് ചെയ്ത് മറവ് ചെയ്യുക അല്ല ചെയ്തിട്ടുള്ളത്. ഒരു കോമ്പൗണ്ടിൽ കുഴിയെടുത്ത, വീടിനോട് ചേർന്നുള്ള നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കോമ്പൗണ്ടിലും ഒരു കോർണർ ഭാഗത്തായിട്ട്, അതിന്റെ മൂലഭാഗത്തായിട്ട് കുഴിയെടുത്ത് അവിടെ മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വലിയ ആഴത്തിലുള്ള കുഴിയല്ലായിരുന്നു. പോലീസ് കുഴിച്ച ഉടനെ തന്നെ മൃതദേഹം കിട്ടി. അതായത് ഈ മൃതദേഹം മൂടിയതിനു ശേഷം പിന്നീട് ഇത് പുറത്തു വരുമോ എന്ന് ഭയന്ന് അതിന്റെ പുറത്ത് കുറച്ച് സിമെന്റും എംസാൻഡും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് കോൺക്രീറ്റ് ചെയ്തോ അങ്ങനെയൊന്നും അല്ല മൂടിയിരിക്കുന്ന, വലിയ ആഴത്തിലുള്ള കുഴിയുമല്ല. കുഴിച്ച ഉടൻ തന്നെ മൃതദേഹം കിട്ടുകയായിരുന്നു പോലീസിന്. ശരണ്യ, ഇപ്പോൾ ഈ കണ്ടെത്തിയ മൃതദേഹം അത് വിജയലക്ഷ്മിയുടെ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചല്ലോ അല്ലേ? പഴക്കം ചെന്ന മൃതദേഹമാണ്. പ്രതി പറഞ്ഞത് വസ്ത്രങ്ങൾ മറ്റൊരിടത്ത് കൊണ്ട് കത്തിച്ചു, അതിനുശേഷം ശരീരം മാത്രമായാണ് മറവ് ചെയ്തതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വസ്ത്രം കത്തിച്ച അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ പോലീസിന് അത് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പിന്നെ ഈ മൃതദേഹം അയാൾ പറഞ്ഞിടത്ത് തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് ഇനി മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, കാരണം ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിജയലക്ഷ്മിയുടെ ഒരു പശ്ചാത്തലം, ഒറ്റയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്നത്. ഒപ്പം തന്നെ പലർക്കും പണം പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വള്ളങ്ങൾക്ക്, മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾക്കൊക്കെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ജീവിക്കുന്ന ഒരാളാണ്, പലരുമായി ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിൽ അടുപ്പത്തിലായതിനു ശേഷം മറ്റൊരാൾ കൂടി അവർക്കിടയിലേക്ക് കടന്നു വന്നു. അതാണ് അത്തരമൊരു ഫോൺ കോൾ കൂടി വന്നതോടെയാണ് ഈ പ്രകോപനങ്ങൾക്ക് കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരണ്യ, അതോടൊപ്പം തന്നെ ഈ ആഭരണങ്ങൾ കൈക്കലാക്കി എന്നും പറയുന്നു പ്രതി. അങ്ങനെയാണെങ്കിൽ ആഭരണങ്ങൾ മോഷ്ടിക്കാനും അല്ലെങ്കിൽ ആഭരണങ്ങൾ കൈക്കലാക്കാനുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇത്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പുറത്ത് സംഭവിച്ചൊരു കൊലപാതകമാണ് അങ്ങനെയും പറയുന്നു. ഇതിൽ അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരുമല്ലേ? FIR-ൽ ആഭരണങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കരുതിക്കൂട്ടി ഒരു കൊലപാതകമാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. കാരണം അന്ന് രാത്രി ഉണ്ടായ ഒരു തർക്കത്തിനിടയിൽ പ്ലെയർ ഉപയോഗിച്ച് അടിച്ചു എന്നാണ് പറയുന്നത് തലയ്ക്ക്. അങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് അയാൾ ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ നിലവിൽ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്നുള്ള, അല്ലെങ്കിൽ സ്വർണം കവരുന്നതിന് വേണ്ടി അത്തരം ഒരു കൊലപാതകം എന്നുള്ളൊരു നിഗമനത്തിലേക്കൊന്നും അന്വേഷണം എത്തിയിട്ടില്ല. മരണപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ സ്വർണം എടുത്തിട്ടുള്ളതാകാം.
അല്ലാതെ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ പോലീസിന് അത് കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാവൂ. തീർച്ചയായും. ശരണ്യ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന ആൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പക്ഷെ അവരൊന്നും ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായി. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം കുഴിച്ച് മൂടി, ഇതിനൊക്കെ ഈ ആൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ? മറ്റാരെങ്കിലും ഒരു സഹായം ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ ശരണ്യ? അത്തരം സംശയം പോലീസിന് ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഒന്നിലധികം ആളുകളുണ്ടോ? കാരണം ഒരു മൃതദേഹം വിജയലക്ഷ്മി പോലത്തെ ഒരാളെ കൊലപ്പെടുത്തി അവിടെ നിന്ന് താങ്ങിയെടുത്ത് ഇവിടെ ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യണമെങ്കിൽ അതിന് മറ്റൊരാളുടെ കൂടെ സഹായം ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സംശയം നിൽക്കുന്നുണ്ട്. ആ സംശയം പോലീസ് അത് സംബന്ധിച്ച സംശയങ്ങളും അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ അതിനായി ആവശ്യമായി വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ ശരണ, ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണല്ലോ. ഈ കൃത്യമായി ജയചന്ദ്രൻ എന്ന പ്രതി ചൂണ്ടിക്കാണിച്ചിടത്ത് തന്നെയാണോ ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയത്? അതെ, അദ്ദേഹം രാവിലെ തന്നെ പ്രതിയെ ഒരു 10 മണിയോടുകൂടി തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തിയിരുന്നു. കരുനാഗപ്പള്ളി സിഐയും കരുനാഗപ്പള്ളി കൊല്ലം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരൂരിലെത്തിയത്. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 10:30 ആണ് പ്രതിയെ ഇവിടേക്ക് എത്തിക്കുന്നത്. പ്രതി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് ഇയാൾ പറയുന്നത് എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ പോലീസ് എത്തി വിവിധ ഇടങ്ങളിൽ മണ്ണ് പരിശോധന അടക്കം നടത്തിയതിനു ശേഷമാണ് ഇന്ന് മൃതദേഹം എടുക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയത്. ശരണ്യ, ഇനി എന്തായാലും മൃതദേഹം കണ്ടെത്തി, അപ്പോൾ കൊലപാതകം നടന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു. അത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണ് ലഭിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ടാകും. എന്തായാലും നിലവിൽ അത് വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണ്. ഇയാൾ തന്നെയാണ് കൊലപാതകം കൃത്യം നിർവഹിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ FIR-ൽ പറയുന്ന വിവരങ്ങൾ വളരെ കൃത്യമാണ്. ആഭരണങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും പോലീസിന്റെ ഭാഗം വളരെ കൃത്യമാണ്. ഇനി എന്താണ് പോലീസിന്റെ നടപടി ശരണ്യ? മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു കൊലപാതക കേസാണ്, പഴക്കം ചെന്ന മൃതദേഹമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ അവർക്ക് ഏറെ സമയമെടുത്താണ് പൂർത്തീകരിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ഇൻക്വസ്റ്റ് ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് തഹസിൽദാറുടെ ഒക്കെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ. അത്തരം നടപടികളിലേക്കാണ് അന്വേഷണ സംഘത്തിന് കടക്കാനുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ, അതായത് ആഴത്തിലുള്ള കുഴിയോ മറ്റൊന്നും അല്ലായിരുന്നു, വളരെ ആഴം കുറഞ്ഞൊരു കുഴിയിലാണ് മൃതദേഹം ഉപേക്ഷിച്ചിരുന്നത്. അത് കണ്ടെത്തിയിട്ടുണ്ട്, മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം മാറ്റും. അതാണ് സാഹചര്യം. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീ അമ്പലപ്പുഴയിൽ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ നിർണായകമായത് മൊബൈൽ ഫോണാണ്. വിജയലക്ഷ്മിയുടെ ഫോൺ ജയചന്ദ്രൻ ബസ്സിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ബസ്സിലെ കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. തുടർന്ന് ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ ഫോണാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിവരം കരുനാഗപ്പള്ളി പോലീസിന് കൈമാറി. തുടർന്നാണ് മിസ്സിംഗ് കേസിൽ വലിയ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത്. ഇക്കാര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചത്. ഇതിലേക്ക് വന്ന കോളുകളും പോലീസ് പരിശോധിച്ചു. മാത്രമല്ല ജയചന്ദ്രന്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ ലൊക്കേഷനുകൾ ഒരേയിടത്ത് വന്നിരുന്നു. ഇതും ഏറെ നിർണായകമായി പോലീസിന് ജയചന്ദ്രനിലേക്ക് എത്താൻ എളുപ്പമായി എന്ന് പറയാം. എന്തായാലും കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച പരസ്പര വിരുദ്ധ മറുപടികളും സംശയത്തിന് ബലമേവുകയായിരുന്നു. വിജയലക്ഷ്മിയുടെ ഫോൺ നശിപ്പിക്കാനും ജയചന്ദ്രൻ ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ജയചന്ദ്രനുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയ ആളാണ് വിജയലക്ഷ്മി. ഇവർക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. വീടിനടുത്ത് കുഴിച്ചിട്ടെന്നായിരുന്നു ജയചന്ദ്രൻ നൽകിയ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയതും മൃതദേഹം പുറത്തെടുത്തതും. എന്തായാലും വീടിന് സമീപത്ത് ഈ വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചതായി കണ്ടിരുന്നു എന്ന് നേരത്തെ തന്നെ ഒരാൾ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതി നൽകിയ സൂചനകൾ വെച്ച് കൃത്യമായ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. പ്രതി എവിടെയാണോ ചൂണ്ടിക്കാണിച്ചത് അവിടെ തന്നെയാണ് മൃതദേഹം ലഭിച്ചത്. മൃതദേഹത്തിന് പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വിജയലക്ഷ്മി തന്നെയാണെന്ന് പ്രാഥമിക
നിഗമനമുണ്ട്. സ്വാഭാവികമായും ഇനി അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. DNA പരിശോധനയുടെ ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. എന്തായാലും വിജയലക്ഷ്മിയെ കാണുന്നില്ല എന്നുള്ള ഒരു മിസ്സിംഗ് പരാതിയായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത്. ഇപ്പോഴത് കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ നാടിനെ തന്നെ, ആലപ്പുഴയെ തന്നെ വീണ്ടും നടുക്കിയ ദൃശ്യം മോഡൽ കൊലപാതകമെന്ന് തന്നെ പറയാം. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, നമ്മൾ പറഞ്ഞു ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണത്. സ്വാഭാവികമായും ഒരു കൊലപാതകം നടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. രാത്രിയായിരിക്കാം ഒരു പക്ഷേ കൊലപാതകം നടന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്തിയത് എന്ന് നമുക്ക് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ കാരണവും വളരെ വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ശരണ്യ, ആ പ്രദേശവാസികളൊക്കെ വലിയ നടുക്കത്തിൽ തന്നെ ആയിരിക്കുമല്ലേ? അവരെന്താണ് പറയുന്നത്? അതാണ്, പ്രദേശവാസികൾ, പ്രത്യേകിച്ച് ഈ സ്ഥലത്തിന്റെ ഉടമ തന്നെ നമ്മളോട് വന്ന് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഇങ്ങനെ കഴിഞ്ഞ 8-ാം തീയതി വന്ന് അവര് ഒരു വീട് വെക്കുന്നതിന് വേണ്ടി കല്ലിട്ടിട്ട് പോയ സ്ഥലമാണ്. അതിനുശേഷം, അതായത് സൗജന്യമായ ഒരാൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയാണ് ഈ പുരയിടം അവർ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഇട്ടിട്ട് പോയൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു മൃതദേഹം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പോലീസ് സംശയിക്കുകയും ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ്. അതായത് മറ്റൊരു വീട്ടിൽ നിന്ന് ആണ് ഈ കോമ്പൗണ്ടിലേക്ക് ചുമന്നു ഈ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ അന്വേഷണം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ കടമ്പയിലേക്ക് അവർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കരുനാഗപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്ത തിരോധാന കേസ് ഇപ്പോൾ ഒരു കൊലപാതക കേസായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിജയലക്ഷ്മിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് ഈ ഒരു ഫോൺ ഉടമയില്ലാത്തൊരു ഫോൺ അവിടെ എത്തുന്നു. ഒപ്പം തന്നെ കൊച്ചിയിലെ എറണാകുളത്ത് ആ ഫോൺ എറണാകുളം പോലീസിന് ലഭ്യമാകുന്നു. അതിനുശേഷം ആ ഫോണിലേക്ക് മറ്റ് ആളുകളൊന്നും വിളിക്കുന്നില്ല. 13-ാം തീയതിയോടുകൂടി വിജയലക്ഷ്മിയുടെ സഹോദരി ഈ പരാതിയുമായി കരുനാഗപ്പള്ളി പോലീസിനെ സമീപിക്കുന്നു. തുടർന്ന് കരുനാഗപ്പള്ളി സിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണമാണ് ഇതൊരു ആലപ്പുഴ ചേർത്ത് ഈ അമ്പലപ്പുഴ കരൂർ വരെ ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസ് സ്ഥിരീകരിക്കാനാവുന്നത്. പിന്നീടാണ് ഈ ഫോൺ പരിശോധിച്ച് നടത്തിയ പരിശോധനകളിലാണ് പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഇയാളുമായി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് അറിയുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതാണ് ദൃശ്യം മോഡൽ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. നാടിനെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. വീണ്ടും ആലപ്പുഴയിൽ ഒരു കൊലപാതകമുണ്ടായിരിക്കുന്നു. പ്ലെയർ വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു പോലീസ് എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചു മൂടിയത് വിജയലക്ഷ്മിയുടെ തന്നെ 2 വർഷമായുള്ള ആൺ സുഹൃത്താണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി കുലശേഖരത്തുപുറത്ത് നിന്നും കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. വിജയലക്ഷ്മിയെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അമ്പലപ്പുഴ കരൂർ പുതുവൽ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിജയലക്ഷ്മിയെ കൊന്ന് വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചു മൂടിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് ജയചന്ദ്രനെയും കൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെ വീടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്തത്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് കൃത്യമായി ജയചന്ദ്രനിലേക്ക് എത്തിയത്. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്ന ജയചന്ദ്രന് മീൻപിടുത്തമായിരുന്നു ജോലി. ഇതിനിടെയാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത്. കരുനാഗപ്പള്ളിയിൽ മത്സ്യവില്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക്. ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും സ്ഥിരമായി കണ്ടിരുന്നതായും പറയുന്നുണ്ട്. ഇരുവരും തമ്മിൽ പണമിടപാടുകൾ നടന്നുവെന്നും നേരത്തെ ശരണ്യ സ്നേഹജൻ നൽകിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ മാസം 6-നാണ് വിജയലക്ഷ്മിയെ കാണാതായത്. വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടുവെന്നാണ് നിഗമനം. വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലായിരുന്നു ഇരുവരും തമ്മിൽ വഴക്കിട്ടതെന്നാണ് സൂചന. തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നും വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടു എന്നുമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പരിശോധന തുടരുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി തുടർ നടപടികൾ പോലീസ് ആരംഭിക്കും.
എന്തായാലും വലിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് ഈ മണിക്കൂറുകളിൽ അഴിയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. റെസിഡൻഷ്യൽ ഏരിയയാണ്, എന്നിട്ട് പോലും ആ ഒരു വലിയ കൊലപാതകം നടന്നത് പ്രദേശവാസികളൊന്നും അറിഞ്ഞില്ല. ഇതിന് പിന്നിൽ കൃത്യമായ പ്ലാൻ ഉണ്ടോ, അതുമാത്രമല്ല ജയചന്ദ്രന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കും. ഈ വിജയലക്ഷ്മിയെ പോലെ ഒരാളെ കൊലപ്പെടുത്തി, അതും മറ്റാരും അറിയാതെ കൊലപ്പെടുത്തി രാത്രിയോടുകൂടി തന്നെ കൃത്യമായി മറവ് ചെയ്യുക എന്നത് ജയചന്ദ്രനെ പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം, എന്നൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. പ്രധാനമായും ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ ഒരു കൊലപാതകം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. അതല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണോ എന്ന് അറിയേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ കൊലപാതകത്തിന്റെ കാരണം എന്തായിരുന്നു എന്നറിയേണ്ടത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും DNA പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൃതദേഹത്തിന് പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. ഇത് ഇപ്പോൾ കണ്ടെത്തിയത് വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണെന്ന്. പക്ഷേ എന്നാൽ പ്രാഥമിക നിഗമനത്തിൽ ഇത് കണ്ടെത്തിയത് വിജയലക്ഷ്മിയുടെ മൃതദേഹം തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ DNA പരിശോധനയ്ക്ക് ശേഷം ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. മൃതദേഹം പറമ്പിൽ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് CPM ആണെങ്കിലും പരസ്യത്തിന്റെ പണം കൊടുത്തത് BJP ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ BJPയിൽ നിന്നാണല്ലോ ഞാൻ പോകുന്നത്. വിഷമം ഉണ്ടാകേണ്ടത് BJPക്കാണല്ലോ. അപ്പൊ അതിനേക്കാളേറെ എന്തിനാണ് CPM ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കാട്ടെ കാര്യത്തിൽ? അതും ആ പരസ്യം കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള 2 മാധ്യമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ്. ഇത് തികച്ചും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും, തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1. 2, ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം 1. 2, മനോരമയുടെ ഒരു ചർച്ചയിൽ അയ്യപ്പദാസ് ആങ്കർ ചെയ്തൊരു ചർച്ചയിൽ CPMന്റെ കുണ്ടന്നൂർ MLA ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എന്റെ തലയിൽ ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് മോശമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത വണ്ണം ഉള്ള പ്രസ്താവന നടത്തി. അതിന്റെ ഒരു വല്ലാത്ത പ്രത്യാഘാതം CPMന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിനെതിരായി നടന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണത്തിനെതിരെ പാലക്കാട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നപ്പോൾ ഇന്ന് വർഗീയ വിഭജനത്തിന് വേണ്ടി പുതിയ തുറുപ്പുചീട്ടുമായി വന്നിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ അപലപിക്കേണ്ടതാണ്, കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയേണ്ടതാണ്. മാത്രമല്ല, ഞാൻ പാടെ തള്ളിക്കളയുകയും വിഷമമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് മോചിതനായി ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത്? ഇനി ഞാൻ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും എന്ന് ശ്രീ AK ബാലൻ പറഞ്ഞത്? ബാലേട്ടൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നല്ല ഒന്നാന്തരം കോമ്രേഡ് ആകുമെന്ന് സർട്ടിഫിക്കറ്റ് തന്നത് ശ്രീ AK ബാലൻ തന്നെയല്ലേ? ബാലേട്ടൻ എന്നെ അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. വ്യക്തിപരമായി ഞാൻ നല്ല ആളാണെന്ന് ബാലേട്ടൻ പറഞ്ഞില്ലേ? MP രാജേഷ് പറഞ്ഞില്ലേ? നിലപാട് തിരുത്തി വന്നാൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നതിന് ശേഷം ഞാൻ എന്തോ മോശക്കാരനാണെന്ന് ഇപ്പോൾ പറയുമ്പോൾ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് പാലക്കാട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭീതിയിലാഴ്ത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്ന വലിയ വിജയം CPM BJP സഖ്യത്തെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. വൻ വിജയം രാഹുൽ മാങ്കൂട്ടത്തിന് UDFന് ഉണ്ടാകുമെന്ന് ഉറപ്പു വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ഒരു ശോഭ കെടുത്താൻ സാധിക്കുമോ എന്നൊരു പരിശ്രമം നടത്തി നോക്കുകയാണ്. ഇത് വടകരയിലെ സ്ക്രീൻഷോട്ട് പോലെ CPMന് ബൂമറാങ് ആയിട്ട് വരും, തിരിച്ചടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷം പാർട്ടി നേതാക്കന്മാർ പറയുന്നതനുസരിച്ച്
ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. താങ്കൾ ഇപ്പോഴും RSS വിട്ടിട്ടില്ല എന്നാണ് AK ബാലനും MP രാജേഷും പറയുന്നത്. മാത്രമല്ല താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും പഴയ പോസ്റ്റുകൾ പോലും ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ് എന്ന് MP രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സരിൻ കോൺഗ്രസ് വിട്ട് പോന്നിട്ടുണ്ടോ? സരിന്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള, നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ, നമ്മൾ അതാത് കാലങ്ങൾ, അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത്. അത് എൻ്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷം വമിപ്പിക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്ര കുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മതേതരത്വ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അത് CPM-നും BJP-ക്കും ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട്. പരാജയം CPM-നെയും BJP-യെയും തുറച്ചു നോക്കുകയാണ്. കോൺഗ്രസിൻ്റെ UDF-ന്റെ അത്ഭുതകരമായ വിജയം, അഭൂതപൂർവമായിട്ടുള്ള വിജയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികെട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നേരത്തെ ഇടതുമുന്നണി ആയുധമാക്കിയിരുന്നു. സന്ദീപിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും പരസ്യമായി നൽകിയതെല്ലാം തള്ളിക്കൊണ്ട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഇടവേള